ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈവർ വിവാഹിതരായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഭൂമി എല്ലാവർക്കും കേക്ക് കൊടുക്കുകയും അച്ഛന്റെ പിറന്നാളാണെന്ന് പറയുകയുമാണ്. എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു. ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുന്ന അജയുടെ അരികിലേക്ക് വന്ന് സാറിന് വിളിക്കുകയാണ് ഭൂമി. അജയ് പറയുന്നു, എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകും. അപ്പൊ ഭൂമി പറയുകയാണ്, അച്ഛന്റെ ബർത്ത്ഡേയാ, അതിന്റെ കേക്ക് അവിടെ എവിടെയെങ്കിലും വെച്ചേക്കുന്ന അജയ് പറയുമ്പോൾ കേക്ക് അവിടെ വെക്കുകയാണ് ഭൂമി. എന്താന്ന് അജയ് ചോദിക്കുമ്പോൾ ഭൂമി ചോദിക്കുകയാണ്, സാറ് ഈ കേക്ക് ആക്സെപ്റ്റ് ചെയ്തോ? കാക്കയ്ക്കാണോ പൂജയ്ക്കാണോ കൊടുക്കേണ്ടതെന്ന് അജയ് ചോദിക്കുമ്പോൾ ഭൂമി പറയുകയാണ്, അത് സാറിന്റെ ഇഷ്ടം. അച്ഛന് ഒരാശംസ പ്രതീക്ഷിച്ചു, ജന്മദിനാശംസ. ഇത് കേട്ട് അജയ് പറയുകയാണ്, തന്റെ അച്ഛനല്ലേ, 10 ഗുണം 10 ഗുണം ആയിരിക്കും, തരികിടയായിരിക്കും. അല്പം കൂടി വിശദമായിട്ട് പറഞ്ഞാൽ താൻ വിഷമാകുമ്പോൾ അങ്ങേര് വമ്പം വിഷമായിരിക്കും. ഇത് കേട്ട് ഭൂമി തിരിഞ്ഞു നിന്ന് കരയുകയാണ്. ഇത് കണ്ട് അജയ് പറയുന്നു, എടോ സോറി, എന്റെ കമന്റിന് മറുപടിയായിട്ട് 10 ഇരട്ടി ഫോഴ്സോടെ എന്നെ ഫയർ ചെയ്യുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. അച്ഛൻ തന്റെ സെന്റിയാണല്ലേ, സോറി. അപ്പൊ ഭൂമി പറയുകയാണ്, നമ്മളെ നോക്കിച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ ഉള്ളിൽ നമ്മൾ അറിയുന്നില്ലല്ലോ സർ, എത്രയോ വലിയ ദുരന്തങ്ങളാ ആ മനസ്സിലുണ്ടാകുക. ഈ അടുത്ത ദിവസങ്ങളിലാ എനിക്കത് മനസ്സിലായത്. എന്താ തന്റെ ഉള്ളിലുള്ള ദുരന്തമെന്ന് അജയ് ചോദിക്കുമ്പോൾ ഭൂമി പറയുകയാണ്, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മുഖത്തൊന്ന് വായിച്ചെടുക്കാമെന്ന് അജയ് പറയുമ്പോൾ ഭൂമി പറയുകയാണ്, സാരമില്ല സർ, അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ നെഞ്ചിന് തീ വന്ന് വീണതുപോലെ തോന്നി. ശരി സാർ എന്ന് പറഞ്ഞ ഭൂമി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അജയ് പറയുകയാണ്, അതെ, അച്ഛനെ എന്റെ ആശംസകൾ അറിയിച്ചേക്ക്. ഇത് കേട്ട് മൂടി ഭൂമി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു കടയിൽ നിൽക്കുന്ന ഭവാനി അച്യുതനെ കാണുകയാണ്. ഒരാളുമായി സംസാരിച്ച് നിൽക്കുന്ന അച്യുതനും ഭവാനിയെ കാണുന്നു. ടെൻഷനോടുകൂടി ഒന്ന് ആലോചിച്ച് അച്യുതൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഭവാനി സംശയത്തോടുകൂടി പിന്നാലെ വരുന്നുവെങ്കിലും അച്യുതനെ കാണുന്നില്ല. ഭവാനിയുടെ കണ്ണിൽ പെടാതെ മറങ്ങി നിന്ന് ഭവാനിയെ ശ്രദ്ധിക്കുകയാണ് അച്യുതൻ. ഭവാനി മനസ്സിൽ പറയുന്നു, എന്താ അച്യുതൻ എന്നെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്? എന്നെ ഭയക്കുന്നത് എന്തിനാ? സംതിങ് റോങ്. ഇനിയിപ്പം എന്റെ കണക്കുകൂട്ടലുകൾ അച്യുതൻ തെറ്റിച്ചോ? അങ്ങനെ ഭവാനി അച്യുതന്റെ കാറിന്റെ അരികിലേക്ക് വന്ന് ചുറ്റും നോക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് ബംഗ്ലാകുന്നിൽ എത്തണമെന്ന് എഴുതി വെച്ചിട്ട് ഭവാനി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി അജയുടെയും അഞ്ജനയുടെയും വിവാഹകാര്യം സംഗീതയുമായി സംസാരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് വരികയാണ് ആൽഫ്രഡ്. അപ്പൊ മുത്തശ്ശി പറയുന്നു, അവൻ വരട്ടെ, അവൻ പറഞ്ഞാൽ അജയ് കേൾക്കും, നമുക്ക് ആ വഴിക്ക് തിരികെ. അകത്തേക്ക് കയറി വന്ന ആൽഫ്രഡ് മുത്തശ്ശിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നു, മോനെ ആൽഫ്രഡ്, എന്ത് കാര്യവും നിനക്ക് സാധിക്കാനുള്ളത്? അല്ല, കാര്യം കാണാൻ ഏതോ മൃഗത്തിന്റെ കാല് പിടിക്കണമെന്നൊക്കെയാണല്ലോ. ആൽഫ്രഡ് കഴുതക്കാലെന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറയുകയാണ്, എന്റെ കാല് കഴുതക്കാലാണെന്നൊക്കെ നിനക്കറിയാം. അപ്പൊ ആൽഫ്രഡ് പറയുന്നു, മുത്തശ്ശി, ഞാൻ ഈ സൗഭാഗ്യപുരം ദേവിയുടെ തൃപ്പാദമാണ് വന്ദിച്ചത്. എന്താ പതിവില്ലാതെന്ന് സംഗീത ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഇവൻ അൾസേഷൻ അല്ലേ, അജയ് വന്നത് മണത്തറിഞ്ഞു. ആൽഫ്രഡ് സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ലഡു കൊടുക്കുകയാണ്. തുടർന്ന് മുത്തശ്ശി സ്നേഹത്തോടുകൂടി ആൽഫ്രഡിന് ഭക്ഷണം വിളമ്പി കൊടുത്ത് കഴിപ്പിക്കുകയാണ്. മുത്തശ്ശി പറയുന്നു, ആൽഫ്രഡ്, നീ പറഞ്ഞാൽ അജയ് കേൾക്കും. അപ്പൊ ആൽഫ്രഡ് പറയുകയാണ്, കൊല്ലാൻ പറഞ്ഞാൽ അവൻ കൊന്നിരിക്കും. മുത്തശ്ശി പറയുകയാണ്, കൊല്ലുകയൊന്നും വേണ്ട, അതെ, അവന്റെ കല്യാണം ആലോചിക്കുക. അപ്പൊ ആൽഫ്രഡ് പറയുകയാണ്, അഞ്ജനയുമായിട്ടല്ലേ, അത് ഞാൻ അറിഞ്ഞു. മുത്തശ്ശി പറയുന്നു, അത് ശരി, അജയെ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല, പൊന്നു കുഞ്ഞെ, നീ ഒന്ന് സമ്മതിപ്പിക്കുക. ഞാൻ ആ കാര്യം പറയില്ല മുത്തശ്ശി എന്ന് ആൽഫ്രഡ് പറയുമ്പോൾ, നിനക്ക് ബുദ്ധിമുട്ടാണേ വേണ്ട, കഴിച്ചോ എന്ന് പറഞ്ഞ് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് മുത്തശ്ശി. ആൽഫ്രഡ് പറയുന്നു, അയ്യോ, ഇനിയും കേറില്ല. മുത്തശ്ശി ചോദിക്കുന്നു, നീ അജയെ കൊണ്ട് സമ്മതിപ്പിക്കുകയോ സംസാരിക്കോ? അതെങ്ങനെയാ മുത്തശ്ശി എന്ന് ആൽഫ്രഡ് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, അത് ശരി, എന്നാലൊരു കാര്യം ചെയ്യ്, ഇതെല്ലാം കഴിച്ചിട്ട് നീ എഴുന്നേറ്റാ മതി. അമ്മ ആ പീസും കൂടി എടുത്ത് വെച്ചു കൊടുക്കുന്ന സംഗീത പറയുമ്പോൾ ആൽഫ്രഡ് പറയുകയാണ്, അയ്യോ, എനിക്ക് ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ആൽഫ്രഡ് അവിടെ നിന്ന് എഴുന്നേൽക്കാനായി ശ്രമിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഇരിക്കട അവിടെ, കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ദേ, നീ അജയെ കൊണ്ട് സമ്മതിപ്പിക്കുകയോ ഇല്ലയോ? ഇല്ലാന്ന് ആൽഫ്രഡ് പറയുമ്പോൾ കഴിക്കിടാന്ന് പറഞ്ഞ വീണ്ടും വീണ്ടും വിളമ്പി കൊടുക്കുകയാണ് മുത്തശ്ശി. നീ അജയെ കൊണ്ട് സമ്മതിപ്പിക്കും, കഴിക്കിടാ അങ്ങോട്ട്. നിനക്ക് അജയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വയ്യ, കരഞ്ഞു വിളിച്ചാലും ശരി, നീ ഇവിടുന്ന് എഴുന്നേൽക്കത്തില്ല. ഞാൻ കഴിക്കാന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ആൽഫ്രഡ് പറയുകയാണ്, ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. അപ്പൊ മുത്തശ്ശി പറയുകയാണ്, അങ്ങനെ പറ, ഇല്ലെങ്കിലേ നീ ഒരുപാട് കഴിക്കേണ്ടി വരും. വല്ലാത്തൊരു കഴിപ്പീരായി പോയെന്ന് പറഞ്ഞ ആൽഫ്രഡ് എഴുന്നേറ്റ് ഓടി പോവുകയാണ്. ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറയുന്നു, അവൻ നല്ലവനാ മോളെ. അതിനുശേഷം കാണിക്കുന്നത് ബാങ്കിലേക്ക് വന്ന ഭൂമി അച്യുതന്റെ കാര്യം മാനേജരോട് പറയുകയാണ്. ക്യാൻസർ ഓപ്പറേഷന് 10-14 ലക്ഷം രൂപ വരും, ലോണിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ഭൂമി ചോദിക്കുമ്പോൾ മാനേജർ പറയുകയാണ്, 8 ലക്ഷത്തിന്റെ ലോൺ ഇപ്പൊ തന്നെ ഉണ്ട്, കോഫി ഷോപ്പിന് വേണ്ടി എടുത്തത്, ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സ്കീമിൽ പെടുത്തിയാ തന്നത്, അത് ഞാൻ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ എന്ന് ഭൂമി പറയുമ്പോൾ മാനേജർ പറയുകയാണ്, അതൊക്കെ ഓക്കെ, അത് ക്ലോസ് ചെയ്യാതെ മറ്റൊരു ലോണ് ആ കോഫി ഷോപ്പ് വെച്ച് എടുക്കാൻ കഴിയില്ല. സ്വർണം? ഭൂമി പറയുന്നു, അതിനു വേണ്ടി ഒന്നുമില്ല സർ. പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് മാനേജർ ചോദിക്കുമ്പോൾ ഭൂമി പറയുകയാണ്, ഇല്ല, താമസിക്കുന്നത് വാടകയ്ക്കാ, അതും വലിയൊരു മനുഷ്യന്റെ കനിവ്. സർ, കുറച്ചെങ്കിലും തരാൻ കഴിയോ? ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു, എമർജൻസിയായി സർജറി വേണോന്നാ പറഞ്ഞത്. അച്ഛനാണ് സാർ എനിക്കെല്ലാം. ഇത് കേട്ട് മാനേജർ പറയുകയാണ്, ഭൂമിയുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാകും, ഞാൻ പറയുന്നത് ബാങ്കിന്റെ നിയമമാണ്, എനിക്കായിട്ട് തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല. ഇത് കേട്ട് ഭൂമി പറയുന്നു, വേറെന്തേലും മാർഗം ഉണ്ടോ എന്ന് നോക്കാം. ശരി സാർ എന്ന് പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ മാനേജർ പറയുന്നു, ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ, 2 ദിവസം കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്ക്. ശരി സാർ എന്ന് പറഞ്ഞ ഭൂമി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അജയ് പറയുന്നു, ഹെഡ് ഓഫീസിൽ നിന്ന് ഭയങ്കര വിളിയാടോ,
ആരോഗ്യമന്ത്രിയുടെ മകന്റെ മരണം. ഞാൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു എടുത്ത് തലയിൽ വെക്കാൻ. പോലീസ് ഓഫീസർ പറയുന്നു, ജിജോ ജോർജ് എന്നാണ് മന്ത്രിയുടെ മകന്റെ പേര്. ആദ്യം മിസ്സിംഗ് കേസായിട്ടാ വന്നു. അതിന്റെ അന്വേഷണം അന്ന് നടന്നു. പിന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു മന്ത്രിയുടെ തന്നെ ഒരു പഴയ വീട്ടിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ടുവന്നു. അജയ് ചോദിക്കുന്നു, മർഡർ ആണെന്ന് സംശയിക്കാൻ എന്താ റീസൺ? അപ്പൊ ആ ഓഫീസർ പറയുന്നു, മുറിയിൽ വെള്ളം കെട്ടി നിന്നിരുന്നു. ബാത്റൂമിന്റെ ടാപ്പ് തുറന്നും കിടന്നിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചെത്തുമ്പോൾ ടാപ്പിൽ വെള്ളമില്ലായിരുന്നു. ടാങ്ക് കാലിയായിട്ടുണ്ടാകുമെന്ന് അജയ് പറയുമ്പോൾ ആ ഓഫീസർ പറയുകയാണ്, അതെ, ഫാൻ നല്ല ഉയരത്തിലായിരുന്നു. അതിനുള്ള ഫർണിച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഫാനിൽ കയറി കുരുക്കിട്ടുമെന്നായിരുന്നു ചോദ്യം. ആരെങ്കിലും കെട്ടിത്തൂക്കിയതാകില്ല. ആ വഴിക്കും അന്വേഷണം നടന്നു. ജിജോയുടെ അല്ലാതെ ഒരു ഫിംഗർ പ്രിന്റും ആ മുറിയിൽ നിന്ന് കിട്ടിയില്ല. ടാപ്പിലും ജിജോയുടെ ഫിംഗർ പ്രിന്റ് ആയിരുന്നു. തുടർന്ന് അജയ് പറയണേ, ഇനിയിപ്പം ഞാൻ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. അന്വേഷിച്ചെന്നും സൂയിസൈഡ് ആണെന്നും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാം. ചായയുമായി അകത്തേക്ക് കയറി വന്ന ഭൂമി ചായ എന്ന് പറയുമ്പോൾ അജയ് പറയണ അവിടെ വെച്ചിട്ട് പോകും. ചായ അവിടെ വെച്ചിട്ട് ഭൂമി ആലോചിച്ച് കേൾക്കുമ്പോൾ അജയ് ചോദിക്കുന്നു, എന്താ? അപ്പൊ ഭൂമി പറയണ, ആരോഗ്യമന്ത്രിയുടെ മകൻ ജിജോയുടെ കേസ് എന്റെ ചില ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു. കേസ് തെളിയിക്കാനാണോ എന്ന് അജയ് ചോദിക്കുമ്പോൾ ഭൂമി പറയണ, അതെ സർ. അപ്പൊ അജയ് പറയുന്നു, സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. സ്വാമിനാഥൻ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കൂ, അയാളൊന്ന് പറഞ്ഞോട്ടെ. ഭൂമി പറയുന്നു, ഞാൻ ഇവിടെ നിന്നോളാം സാർ. അപ്പൊ അജയ് പറയണ, മേഡം പറയുന്നത് എനിക്ക് മുഖാമുഖം കേൾക്കാൻ. ഇന്നത്തെ കടി സൂപ്പർ, കേസ് തെളിയും. പറഞ്ഞോളൂ മേഡം. അപ്പൊ ഭൂമി പറയണ, സർ, ജിജോയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അങ്ങനെയാണോ എന്ന് അജയ് ചോദിക്കുമ്പോൾ ഭൂമി പറയണ, അങ്ങനെയാണ് സർ FIR-ൽ. അജയ് പറയണ, FIR എന്നത് തന്റെ കോഫി ഹൗസിലെ ഐറ്റം ആയിരിക്കുമല്ലേ? അപ്പൊ ഭൂമി പറയുന്നു, സർ, ഞാൻ സീരിയസ് ആണ്. ആ മുറിയിലെ വെള്ളം കെട്ടി നിന്നിരുന്നു. മറ്റു ഫർണിച്ചർ ഒന്നുമില്ല. ഇത്രയും പൊക്കത്തിൽ കയറി ജിജോയ്ക്ക് തൂങ്ങണമെങ്കിൽ കയറി നിൽക്കാൻ ഒരു ഒബ്ജക്റ്റ് വേണം. അയാൾ കുറച്ച് ഐസ് കട്ടകൾ കൊണ്ടുവന്ന ഒന്നിന്റെ പുറത്ത് ഒന്നായി വെച്ച് അതിൽ കയറി കുരുക്കിടുന്നു. ഐസ് അലിയുന്നതോടെ അയാളുടെ കഴുത്തിലെ കുരുക്ക് മുറുകുന്നു. അജയ് ചോദിക്കുന്നു, അയാൾക്ക് ഭ്രാന്താണോ ഐസ് കട്ട കൊണ്ടുവന്ന തൂങ്ങാൻ? അപ്പൊ ഭൂമി പറയണ, അങ്ങനെ കരുതാൻ അയാൾ ഒരു മാനസിക രോഗി ആയിക്കൂടെ സർ? ഇത് കേട്ട് അജയ് പറയുന്നു, എടോ നിർത്ത്, തന്റെ ഫൂളിഷ്നെസ് കേൾക്കണ്ടായിരിക്കും. തന്റെ തലച്ചോറ് കൊണ്ടുപോയി ഫ്രീസറിൽ വെക്കും. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിക്കും. അവര് വന്ന് കൊണ്ടുപോയിക്കോളും. ഗെറ്റ് ഔട്ട്. ഇത് കേട്ട് ഭൂമി അവിടെ നിന്ന് പോകുമ്പോൾ സ്വാമിനാഥൻ ആലോചിച്ചിരിക്കുകയാണ്. സ്വാമിനാഥനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അജയ് മനസ്സിൽ പറയുകയാണ്, അവള് പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ, അങ്ങനെയും സംഭവിക്കാം. ഫയൽ തൽക്കാലം ക്ലോസ് ചെയ്യുന്നില്ല. അന്വേഷണം ആ വഴിക്ക് കൂടി ഒന്ന് നോക്കാം. അങ്ങനെ അജയ് ആലോചിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഭവാനി പുറത്തൊരു സ്ഥലത്ത് ഒരാളെ കാത്തു നിൽക്കുകയാണ്. കുറച്ചപ്പുറത്തായി വന്ന അച്യുതൻ മറങ്ങി നിന്ന് ഭവാനിയെ ശ്രദ്ധിക്കുന്നു. ഭവാനി അയാളോട് പറയുന്നു, എന്റെ ഭർത്താവിനെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ 2.5 വയസ്സുകാരി അഭിരാമിയെ ഞാൻ ഏൽപ്പിച്ചത് ഒരു ടാക്സി ഡ്രൈവർ അച്യുതന്റെ കയ്യിലാണ്. ഞാൻ അച്യുതനെ ഏൽപ്പിച്ച ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന. സാഗർദാസിന്റെ മരണത്തിന് കാരണക്കാരൻ സത്യദാസ് ആണെന്ന് വിശ്വസിക്കുന്ന ഭവാനി അഭിരാമിയെ ആരും കാണാതെ കാറിൽ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അച്യുതനെ ഏൽപ്പിക്കുകയുമാണ്. അച്യുതൻ അഭിരാമിയെ വാങ്ങി അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം ഓർത്ത് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് അച്യുതൻ. തുടർന്ന് മുത്തശ്ശി ചോദിക്കുന്നു, സംഗീതെ, അഞ്ജനയോട് നീ ഇങ്ങോട്ട് എത്താൻ പറഞ്ഞു. തുടർന്ന് അഞ്ജന വീട്ടിലേക്ക് വരികയാണ്. അഞ്ജനയുമായുള്ള വിവാഹം മുടക്കാനായി ആലോചിച്ചു നിൽക്കുന്ന അജയോട് സത്യദാസ് പറയുന്നു, എന്റെ മകൾ അഭിരാമി ഉണ്ടായിരുന്നെങ്കിൽ നീ അവളെ ആകും വിവാഹം കഴിക്കുക. തുടർന്ന് അജയ് ഭവാനിയോട് പറയുന്നു, ഞാൻ വാക്ക് തരുന്നു, അപ്പച്ചി അഭിരാമിയും ഞാൻ കണ്ടെത്തും. മുകളിൽ നിൽക്കുന്ന അഞ്ജനയും അവരെ ശ്രദ്ധിക്കുകയാണ്. ഈ സമയം അവിടേക്ക് വരികയാണ് ഭൂമി. അജയ് ഭൂമിയെ ശ്രദ്ധിക്കുമ്പോൾ അവിടേക്ക് വന്ന സത്യദാസ് സന്തോഷത്തോടുകൂടി ഭൂമിയോട് സംസാരിക്കുകയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയുമാണ്. റൂമിലേക്ക് വന്ന ഭൂമി കാണുകയാണ് അവിടെയുള്ള കുഞ്ഞ് അഭിരാമിയുടെ ഫോട്ടോകൾ. തന്റെ മകൾ അഭിരാമിയെ കുറിച്ച് ഭൂമിയോട് പറയുകയാണ് സത്യദാസ്. പൂജയ്ക്കുള്ള സാധനങ്ങളുമായി എത്തിയ ഭൂമിയോട് സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ് മുത്തശ്ശി. തുടർന്ന് ഭവാനി അഞ്ജനയെ ഏൽപ്പിക്കുകയാണ് തറവാടിന്റെ പരമ്പരാഗത ആഭരണമായ മാല. ഭൂമിയുടെ കഴുത്തിൽ കിടക്കുന്ന അതേ മാലയാണത്. അജയ് അഭിരാമിയെ കുറിച്ച് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, ഈ കുടുംബത്തിന്റെ പരമ്പരാഗത ആഭരണമായ മാല ഞാൻ അവരെ അണിയിച്ചിരുന്നു. തുടർന്ന് അവിടെ പൂജ നടക്കുകയാണ്. മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന ഭൂമി കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ്. മുത്തശ്ശി സന്തോഷത്തോടുകൂടി ഭൂമിയെ അനുഗ്രഹിക്കുന്നു. കഴുത്തിൽ കിടക്കുന്ന മാലയിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് അടുക്കളയിലേക്ക് ചെന്ന ഭൂമിയോട് ദേഷ്യത്തോടുകൂടി സംസാരിക്കുകയാണ് അഞ്ജന. അഞ്ജനയുടെ കർണം പുകച്ചടിക്കുകയാണ് ഭൂമി. ഈ സമയം ഭൂമിയെ കൂട്ടിക്കൊണ്ടുപോകാനായി അവിടേക്ക് വന്ന അച്യുതൻ ഭവാനിയെ കാണുകയും ടെൻഷനോടുകൂടി പുറത്തേക്ക് ഓടി പോവുകയുമാണ്. സംശയത്തോടുകൂടി ഭവാനിയും പിന്നാലെ വരുന്നു. ഭവാനി കാണാതെ മറഞ്ഞിരിക്കുകയാണ് അച്യുതൻ. തുടർന്ന് ബാൽക്കണിയിൽ നിൽക്കുന്ന ഭവാനി കാണുകയാണ് ഓടിപ്പോകുന്ന അച്യുതനെ. ഭൂമിയും സംശയത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്